സിനിമ വിട്ട് പോകല്ലേ അണ്ണാ, ഇതൊക്കെ നമ്മളെ ഒരു സന്തോഷമാണ്. വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമയായിട്ട് വന്ന് നമ്മൾ കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു ലൈൻ. എന്നാൽ സൗത്ത് ഇന്ത്യ മൊത്തം ഞെട്ടിയൊരു വാർത്തയാണ്. നമ്മുടെ എല്ലാം പ്രിയതാരം ദളപതി വിജയ് സിനിമ ജീവിതം അവസാനിപ്പിക്കുന്നു. സത്യം പറഞ്ഞ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇദ്ദേഹം അവസാനിപ്പിക്കാൻ പോകണം. എനിക്ക് തോന്നുന്നില്ല വിജയ് എന്ന് പറയുന്ന ഒരു നടൻ അങ്ങനെ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വർഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫാൻസുകാർക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഫാൻസിനെ സന്തോഷിപ്പിക്കുക, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിനെ എന്നും ചേർത്ത് നിർത്തുന്ന ആ ഫാൻസിന് കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് അത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം സമാന്തരമായിട്ട് കുറച്ചു കാലം സിനിമയിലും കുറച്ചു കാലം രാഷ്ട്രീയത്തിലും എന്നുള്ള രീതിയിലായിരിക്കാം. കുറച്ച് വാർത്തകൾ അങ്ങനെയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമാ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പഴുകേൽക്കലും ഒക്കെ കേൾക്കേണ്ടി വന്ന വിജയ് തന്റേതായ ഒരു ഇരിപ്പിടം ക്ലിയർ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ ഈ ഒരു പീക്ക് ടൈമിൽ തന്നെ ഈ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില നിലപാടുകളുമുണ്ട്. ആ നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തിന് കുറെ കുറ്റപ്പെടുത്തലുകളും കുറെ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് തോറ്റുപോയ ഒരാളല്ല വിജയ് എന്ന വ്യക്തി. കാരണം അദ്ദേഹം നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഇതിനോടകം തന്നെ വന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പരിശോധിക്കാൻ വന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തൊരു വ്യക്തി തന്നെയാണ്. സോ തമിഴ് രാഷ്ട്രീയത്തിൽ ഇനി ചിലപ്പോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ വിജയ് എന്ന് പറയുന്ന ഒരു നടന്, വിജയ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനും സാധിച്ചേക്കാം. പക്ഷേ ഇതിനോടൊക്കെ ചേർത്ത് നിർത്തി പറയുകയാണെങ്കിൽ പോലും വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ ഫാൻസുകാരെ ഇങ്ങനെ നിരാശരാക്കരുത്. രക്ഷകനെന്ന് വിളിച്ച് എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ആരവങ്ങളും കരഘോഷങ്ങളും ആർപ്പുവിളികളും ഒന്നും മറ്റു നടന്മാർക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതിനിപ്പോ രജനീകാന്ത് ആണെങ്കിൽ പോലും ആദ്യത്തിന്റെ സിനിമകൾക്ക് തമിഴ്നാട്ടിലെങ്കിലും വലിയ വരവേൽപ്പുകൾ ഉണ്ടെങ്കിൽ പോലും വിജയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം അവിടെ ഉണ്ടാക്കാവുന്ന എല്ലാ ചേഞ്ചസും നമുക്കറിയാം. രജനീകാന്തിന്റെ സിനിമകൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ പ്രചാരം തന്നെയാണ് ഇന്ന് വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷനുകൾ നേടുന്ന നടന്മാരിൽ ഒരാളാണ് വിജയ്. അത് ഒറ്റയടിക്ക് അദ്ദേഹം നിർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഇതിനോടകം തന്നെ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഇനിയും തുടർന്നേക്കാം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സ്ഥിതിക്ക് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ഇനി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അതിനോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ സിനിമകൾ വന്നാൽ പോയി എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നിരാശപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ വിജയുടെ ഒരു കരിയർ ഗ്രോസ് ഏറ്റവും വലിയൊരു പീക്ക് ടൈമിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തും ശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ, ഇനി കുറച്ച് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമകൾ തീർത്തതിന് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളൊരു അഭിപ്രായമാണ് കേൾക്കുന്നതൊക്കെ. അതൊന്നും ശരിയാവരുതേ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി തമിഴ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന ചില ചലനങ്ങളാണ്. വളരെ രസകരമായിട്ടായിരിക്കും ഇനി പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. കാരണം ഇതുവരെ ഉണ്ടാക്കി വെച്ച നമുക്കറിയാം, MGR ആണെങ്കിലും രജനീകാന്ത്, കമൽഹാസൻ പോലുള്ള പല ആൾക്കാരും ഈ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. സോ വിജയ് എന്ന് പറയുന്നൊരു നടനും ഇനി അതേ മേഖലയിലേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വരവേൽപ്പും അതിനുശേഷം ഉണ്ടാകാവുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും വിജയാണ് അയാളെ സൂക്ഷിക്കണം. കാരണം കൃത്യമായ നിലപാടുകളും ശക്തമായ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അത് പലരെയും ചൊടിപ്പിച്ചേക്കാം. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പലരെയും നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ ചൊടിപ്പൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നേരിട്ടിട്ടുമുണ്ട്. അതിനൊന്നും കണ്ട് ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇനി കാണപ്പോറത് നിജം, ഇതുവരെ കണ്ടതെല്ലാം പോയി എന്ന് പറയുന്നത് പോലെ തന്നെ വിജയുടെ രാഷ്ട്രീയ ആട്ടം ഇനി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാൽ പോലും വിജയുടെ ആ എന്റർടൈൻമെന്റ് ഫാക്ടർ തിയേറ്ററുകളിൽ മിസ് ചെയ്യുമോ എന്നുള്ളൊരു വേദനയും ടെൻഷനും ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അതൊന്നും മിസ്സാവരുതേ, അതൊന്നും മിസ്സായി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എനിവേ, എന്താണെങ്കിലും വിജയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സാധാരണ വിജയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുഖവും കൂടി ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും സിനിമ വിട്ട് പോകല്ലേ അണ്ണാ, ഇതൊക്കെ നമ്മളെ ഒരു സന്തോഷമാണ്. വല്ലപ്പോഴും ഒക്കെ
ഒരു സിനിമയായിട്ട് വന്നു നമ്മൾ കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു ലൈൻ. എന്താണെങ്കിലും കാരണം വീണ്ടും വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ പോണം. അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും